കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്. അമ്മാവനല്ലാത്ത ഒറ്റ അഭ്യാസം ഈ ലോകത്തില്ല. അമ്മാവൻ ഈ കാലവാളിനെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും. എനിക്കതൊന്ന് കൈവിട്ടിച്ചിരിക്കണം. എത്രയും പെട്ടെന്ന് അമ്മാവനെയും വന്നാൽ മതിയായിരുന്നു. അതെ, ഇല്ലാത്ത അമ്മാവന്റെ പേരും പറഞ്ഞ് എന്നെ വരട്ടാണെന്ന് നോക്കണ്ട. ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് വരുമ്പോ കാണാമല്ലോ. തമ്പി ഒന്നും അറിഞ്ഞില്ലേ? ഇടിക്കട്ട, കത്തി തുടങ്ങിയ സാധനങ്ങളുമായി അമ്മാവൻ പുറപ്പെട്ടു കഴിഞ്ഞു. സുഹൃത്തെ, ഉപദേശിക്കാണെന്ന് കരുതരുത്. ചാവണ്ടായെന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ട, അയല ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടീ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി കൊടുക്കണം അമ്മാവാ. ഇവൻ നമ്മുടെ വരുവൻ തന്നെ. വാ, വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴിയിറച്ചി നിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ. സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് ഇന്നും പോകാനിടയില്ല. പോയി ബാത്തിനായി ചോടുന്ന പേട്ടി കള. അത് പ്രശ്നമാക്കുന്ന കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. പണിക്കിന് വരുന്നുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത്. എനിക്ക് ജനറൽ ഓഫീസിൽ ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടക്കി കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണോ നടക്കുന്നത്? അല്ല, നീ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി പാലത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. ആത്മസുഹൃത്ത. എനിക്ക് ഇത്ര വല്ല പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ ആ ക്ലോക്കിലേക്ക് നോക്കും. 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൊടുത്തിരുന്നു. കേൾക്കണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ, ഇവിടെ ചോരക്കള സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാद रखना, കൃത്യം 12 മണി. 12 बजे नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा, समझा? ദാമോട്ട, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ട. चुप रहो बहन, मैंने बेल देख चुका हूं. എന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ഈ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. എന്താണ് തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ. അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ. ആർടി ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്കിഷ്ടമല്ല. ദേഖോ മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാതയാകാം. ദാതോങ്കെ ദാദ, വല്ലഭനൊക്കെ വല്ലഭൻ,
ദാദോങ്ക ബീച്ച് മേ ഏക്ക് ബഡാ ദാദാ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ ഇത്രയും ആ സ്ഥിതിക്ക് ദാമോദരജി തന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഞാൻ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെംഗെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ ആരാം കരോ. എന്താണ് അമ്മാവ ഇതൊക്കെ? ഞങ്ങളെ ഒഴിപ്പിക്കാനാണോ അമ്മാവൻ ബോംബെ ഇവിടം വരെ വന്നത്? കുട്ടി കുട്ടി ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാം കരോ ആരാം കരോ. നമ്മളിപ്പോ എവിടേക്കാണ് നടക്കുന്നത്? ദാമോദരജിക്ക് ബോംബെയിൽ എന്താണ് ജോലി? ബോംബെയില് ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ലുഹു കടപ്പുറത്ത് പല സായാഹ്നങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, നമുക്കിനി പൊയ്ക്കൂടെ? ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ. പ്രശ്നോ? എന്ത് പ്രശ്നം? ബോലറാം साहब, ये गोपालकृष्ण पनिकर मेरा दोस्त है. इधर बॉम्बे में नोट बनना है बोलाराम. हाँ, उधर अच्छी तरह करना तेल मालिश. अच्छा जी. हाँ തേൽ മാലിഷ? हाँ, മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാകുമെങ്കിൽ ബോലാറാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ദാമോദർജി? ആ ദാമോദർജി ലഗാവോ तेल. आइए मेरा दोस्त. चुप रहे साले. चलो ले आओ. മേലും ഒന്ന് എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. വേണ്ട വേണ്ട, ഞാനാ പറയുന്നത്. വേണ്ട. അയാളോട് അമ്മാവ ഞാനേ സാല മക്കളോ ബേട്ടി അവന് കാര്യം മനസ്സിലായി. താമോട്ടൻ നിലവെന്നും ചെയ്തോ? അത് വേണ്ടിയൊന്നുമില്ല, അല്ലാതെ എല്ലാം മനസ്സിലായി. അല്ല അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക. ഞാനതങ്ങ് മറന്നുപോയി. അവനെ പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട. എല്ലാം ഞാൻ ശരിയായിട്ടുണ്ട്.